الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان المؤمنون لينفروا كافة فلولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ആദ്യമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രത്തിന് ശേഷം മഹാന്മാരായ മുജദ്ദിദുകളുടെ ജീവിത പാഠങ്ങളാണ്, മാതൃകകളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നാം വിശദീകരിച്ചു. ഇന്ന് നമുക്ക് മഹാനായ ഒരു പണ്ഡിതൻ്റെ അഥവാ പരിഷ്കർത്താവിൻ്റെ ചരിത്രമാണ് വിശദീകരിക്കാനുള്ളത്. അത് മറ്റാരുമല്ല, മദ്ഹബിൻ്റെ ഇമാമുമാരിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഇമാമുൽ അഅ്സം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രമാണ്. ഇസ്ലാമിക ഉമ്മത്ത് കാര്യമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ചരിത്രമാണ്. 4 മദ്ഹബുകളുടെ ചരിത്രവും വിശേഷിച്ചും ആ മദ്ഹബുകളുടെ സരണികൾ വെട്ടിത്തുറക്കുന്നതിൽ ഇസ്ലാമിക ഉമ്മത്തിന് മുന്നിൽ നടന്ന ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രവും വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നത്. 4 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കേവലം ഫിഖ് വിശദീകരിക്കുന്ന മഹാന്മാരായി മാത്രമല്ല ഇസ്ലാമിക ചരിത്രം പരിചയപ്പെടുത്തുന്നത്, മറിച്ചവർ നവോത്ഥാന നായകന്മാരായിരുന്നു, പരിഷ്കർത്താക്കളായിരുന്നു. ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മുജദ്ദിദുകളായിരുന്നു. അവരുടെ ഓരോരുത്തരുടെയും ചരിത്രം ഓരോ ഖുത്ബകളിലായി നമ്മൾ വിശദീകരിക്കും. ഇന്ന് ആദ്യമായി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പറയാം. അടുത്ത ആഴ്ചകളിൽ മറ്റ് 3 ഇമാമുമാരുടെ ചരിത്രം കൂടി പറയാം. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വ്യതിയാനങ്ങളിൽ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകുക എന്ന പ്രവാചക ദൗത്യമാണ് പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ പണ്ഡിതന്മാർ നിർവഹിച്ചത്.
ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചപ്പോഴാണ് ഇസ്ലാമിക ചരിത്രം അദ്ദേഹത്തെ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിച്ചത്. പക്ഷേ തജ്ദീദി ദൗത്യം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് കൂടി അവസാനിക്കുന്നതല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. നിശ്ചയം അല്ലാഹു തആല ഈ സമുദായത്തിന് നിയോഗിക്കും ഓരോ നൂറ്റാണ്ടിന്റെയും പ്രാരംഭത്തിൽ ദീനിനെ തജ്ദീദ് നടത്തുന്ന ഇസ്ലാമിക ഉമ്മത്തിനെ ദീനിന്റെ പൂർവികമായ അടിത്തറകളിലേക്ക് നയിക്കുന്ന നവോത്ഥാന നായകന്മാരെ, പരിഷ്കർത്താക്കളെ, പണ്ഡിതന്മാരെ, മുജദ്ദിദുകളെ എല്ലാ നൂറ്റാണ്ടിന്റെയും പ്രാരംഭത്തിൽ അല്ലാഹു തആല നിയോഗിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വചനം ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞതാണ്. ആ മുജദ്ദിദുകളുടെ ശ്രേണിയിലേക്കാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെയും നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കുക. കൃത്യമായ മുന്നറിയിപ്പുകളുമായി സമൂഹത്തെ ശരിയായ ഇസ്ലാമിക ജീവിതത്തിലേക്ക് നയിക്കുക എന്ന ദൗത്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ തന്നെ ഈ ആഴ്ച നമ്മൾ പ്രതിപാദിക്കുന്ന മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നിർവഹിച്ചത്. സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുക. വ്യതിയാനങ്ങളിൽ, വിശേഷിച്ചും പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ, ആ ഘട്ടത്തിലാണ് മുജദ്ദിദുകൾ നിയുക്തരാവുന്നത്. പ്രവാചകന്മാർ മുന്നോട്ട് വെച്ച ശരിയായ അടിത്തറകളിലേക്ക് സമൂഹത്തെ അവർ നയിക്കുകയാണ്. ആ പണ്ഡിത ധർമ്മം, ആ ധർമ്മത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആ വചനം. അല്ലാഹു തആല പറയാണ്, വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറൂ കാഫ. ഒരു യുദ്ധത്തിന് പുറപ്പെടുകയാണെങ്കിൽ പോലും സത്യവിശ്വാസികൾ അങ്ങനെ ഒരുമിച്ചങ്ങ് പുറപ്പെടാൻ പാടില്ല. എല്ലാവരും ആകമാനം ഒന്നിച്ചങ്ങ് പുറപ്പെടാൻ പാടില്ല. എന്നിട്ട് പറയാണ്, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിറഖത്തിൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ എന്തുകൊണ്ട് പുറപ്പെട്ടില്ല? ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, ആ ഒരു വിഭാഗം ദീനിൽ അഗാധമായ ജ്ഞാനം നേടുന്നതിന് വേണ്ടി, അറിവ് നേടുന്നതിന് വേണ്ടി എന്തുകൊണ്ട് പുറപ്പെട്ടില്ല? അവർക്ക് കൃത്യമായ ദൗത്യമുണ്ട്. സമൂഹത്തിന് ദിശ നിർണയിച്ചു കൊടുക്കുക, സമൂഹത്തിന് ദിശാബോധം നൽകുക. ആ പ്രവാചകന്മാരുടെ മാർഗമേതാണോ അത് കൃത്യമായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ ദൗത്യം. വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം. ഈ ആളുകളെല്ലാം യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോ, ഒരു പോരാട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോ ആ ജനതയ്ക്ക് അവർ മുന്നറിയിപ്പ് നൽകണം. പ്രവാചക ധർമ്മമാണ് പണ്ഡിതന്മാർക്ക് സമൂഹത്തിൽ നിർവഹിക്കാനുള്ളത്. വിശേഷിച്ചും മുജദ്ദിദുകളായ പണ്ഡിതന്മാർക്ക് ആ പ്രവാചകന്മാരുടെ അസാന്നിധ്യത്തിൽ അവിടെയാണ് അവരുടെ ദൗത്യം ഗൗരവപൂർവമുള്ളത്. ആ ഘട്ടത്തിലാണ് മുജദ്ദിദുകളെ അല്ലാഹു തആല നിയോഗിക്കുന്നത് തന്നെ. ലഅല്ലഹും യഹ്ദറൂൻ, സമൂഹം ജാഗ്രത കൈകൊള്ളുന്നതിന് വേണ്ടിയാണ്. ആ മഹാന്മാരായ പണ്ഡിതന്മാരെ മുന്നോട്ട് വെക്കുന്ന ആ ശരിയായ ഇസ്ലാമികമായിട്ടുള്ള ജീവിത രീതിയും അവർ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമികമായ ആശയവും ജനങ്ങൾക്ക് ജാഗ്രത കൈകൊള്ളുന്ന നിലപാടെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ആ മഹാന്മാരായ ഫുഖഹാ, ആ മഹാന്മാരായ മുജദ്ദിദുകൾ, അവരുടെ ജീവിതം കൃത്യമായി ഇസ്ലാമിക സമൂഹത്തിന് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ അതിൽ പകർത്താൻ ധാരാളം കാര്യങ്ങളാണ്. എവിടെയാണ് ആ തജ്ദീദി ദൗത്യവുമായിട്ട് മുന്നോട്ട് വന്ന, അതല്ലെങ്കിൽ അത് നിർവഹിച്ച മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം പ്രസക്തമാവുന്നത്? വളരെ വലിയ പ്രതിസന്ധിയുടെ, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിന്റെ പ്രയാണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരു അരുതായ്മയോടും
ഒരു നെറികേടിനോടും ഒരു നീതി നിഷേധത്തോടും മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിടത്തും രാജിയായിട്ടില്ല എന്നതാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉമ്മത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദനമെന്ന് പറയുന്നത്. ഭരണകൂടത്തിന്റെ എല്ലാത്തരം അരുതായ്മകൾക്ക് മുമ്പിലും നിശബ്ദരായ പണ്ഡിതന്മാരുണ്ടാവാം. പക്ഷേ അങ്ങനെയുള്ളൊരു പണ്ഡിതനായിരുന്നില്ല ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അമവി അബ്ബാസി ഭരണാധികാരികളുടെ നീതി നിഷേധത്തെയും അക്രമത്തെയും ചോദ്യം ചെയ്യുകയും അവരോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പേരിൽ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫ എവിടെ വെച്ചാ മരിച്ചത്? തടവറയിൽ വെച്ചാണ് മരിച്ചത്. തടവറയിൽ വെച്ച് അദ്ദേഹത്തിന് മരണം വരിക്കേണ്ടി വന്നു. എന്തിനാണ് ഈ ചരിത്രമൊക്കെ നമ്മൾ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ഉമ്മത്ത് രാജ്യത്തും ലോകത്തും വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന കാലമാണ്. ഈ പ്രതിസന്ധികളിൽ ധീരമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള ഊർജം മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തുർ റാഷിദയിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തിയെങ്കിലും കേവലം 2 വർഷവും 4 മാസവും മാത്രമാണ് അദ്ദേഹം ഭരിച്ചത്. 3 വർഷത്തിനോടടുത്ത് അത് മാത്രമായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖിലാഫത്തിന്റെ പ്രായം എന്ന് പറയുന്നത്. പിന്നെയും അമവി അബ്ബാസി ഭരണാധികാരികളുടെ അധാർമികതയും സുഖലോലുപതയും നിറഞ്ഞ ജീവിതമായിരുന്നു സമൂഹത്തിൽ. അവരുടെ അരാജകത്വത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണമാണ് സമൂഹം അനുഭവിക്കുന്നത്. ഇവിടെയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഈമാനികമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തവും വളരെ കൃത്യവുമായിരുന്നു. അദ്ദേഹം ഭരണകൂടങ്ങളുടെ മുമ്പിൽ വെച്ച വലിയൊരാശയമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ശക്തി കൊണ്ട് അധികാരം കൈയടക്കുകയും പിന്നീട് ആ ശക്തിയുടെ ബലത്തിൽ ബൈഅത്ത് നേടിയെടുക്കുകയും ചെയ്യുന്നത് ഒരു നിലക്കും സ്വഹീഹാവുകയില്ല, സാധുവാവുകയില്ല. ശക്തി കൊണ്ട്, ശക്തിയുടെ മുഷ്ടി കൊണ്ട് അധികാരം നേടിയെടുക്കുക, പിന്നീട് അതേ ശക്തിയുടെ തിണ്ണ ഫലത്തിൽ തന്നെ ജനങ്ങളിൽ നിന്ന് ഉടമ്പടി വാങ്ങുക, ആ രീതി ശരിയല്ല, ആ രീതി ഇസ്ലാമികമല്ല എന്നതായിരുന്നു ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാഴ്ചപ്പാട്. അദ്ദേഹം പറഞ്ഞു, അഭിപ്രായ സുഭദ്രതയുള്ളവരുടെ കൂട്ടായ്മയിലൂടെയും അവരുടെ ഷൂറയിലൂടെ, കൂടിയാലോചനയിലൂടെയും സ്ഥാപിതമാവുന്നത് മാത്രമാണ് ഇസ്ലാമിക ഖിലാഫത്ത്. വളരെ കൃത്യമായ, വളരെ മൂർത്തമായ നിലപാടായിരുന്നു ഖിലാഫത്തിനെ കുറിച്ച് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മുന്നോട്ട് വെച്ചത്. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരുടെ ശിരസ് ഉടലിനു മേൽ അവശേഷിക്കാത്ത കാലത്താണ് തന്റെ ജീവനെ ഭയപ്പെടാതെ മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമികമായ തന്റെ രാഷ്ട്രീയ നിലപാട് വളരെ കൃത്യമായി, വ്യക്തമായി തുറന്നു പറഞ്ഞത്. 2 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 2ഉം രാജഭരണങ്ങൾ നിലനിന്ന കാലഘട്ടമായിരുന്നു. ഒന്ന് അമവി കാലഘട്ടം, രണ്ടാമത്തേത് അബ്ബാസി കാലഘട്ടം. ഹിജറ 80 ജനിച്ച ഇമാം അബൂ ഹനീഫ 52 വർഷം അമവികളുടെ ഭരണത്തിലും 18 വർഷം അബ്ബാസികളുടെ ഭരണത്തിലും ജീവിച്ചു എന്ന ചരിത്രം. അമവി യുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭരണകൂടത്തിനെതിരിൽ വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ ജനകീയമായ പ്രക്ഷോഭങ്ങൾ അമവി യുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ഭരണകൂടത്തിനെതിരിൽ പൊട്ടിപ്പുറപ്പെട്ടപ്പോ അമവി ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം നല്ല പണ്ഡിതന്മാരുടെ, ജനകീയരായ പണ്ഡിതന്മാരുടെ പിന്തുണ ആവശ്യമായിരുന്നു. ആ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇമാം അബൂ ഹനീഫയെ, ഇമാമുൽ അഅ്ളം ഇമാം അബൂ ഹനീഫയെ അവരെ സമീപിക്കുന്നുണ്ട്. അമവി ഭരണാധികാരിയായിരുന്ന മർവാൻ ഇബ്നു മുഹമ്മദിന്റെ ഗവർണറും ഇറാഖിലെ അവസാനത്തെ അമവി ഗവർണറുമായിരുന്ന യസീദ് ഇബ്നു ഉമർ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, രാഷ്ട്രീയ തിന്മകളെയൊന്നും ചോദ്യം ചെയ്യാതെ ഭരണകൂടത്തെ നിരുപാധികമായി പിന്തുണയ്ക്കാൻ താങ്കൾ തയ്യാറായാൽ താങ്കൾക്ക് ഞാൻ ഭരണകൂടത്തിന്റെ സീല് തന്നെ നൽകും, ഭരണകൂടത്തിന്റെ മുദ്ര നൽകും, എന്റെ സീൽ താങ്കൾക്ക് നൽകും. താങ്കളുടെ അനുവാദമില്ലാതെ പൊതുമുതലിൽ നിന്ന് നയാ പൈസ ചെലവാക്കുകയില്ല.
ആ രീതിയിലുള്ള അധികാരമായിരിക്കും താങ്കൾക്ക് ലഭിക്കാൻ പോകുന്നത്. താങ്കൾ ഇത്ര ചെയ്താൽ മതി. ഭരണകൂടത്തിന്റെ തിന്മകൾക്കെതിരെ നിശബ്ദനായി മൗനിയായിരുന്നാൽ മാത്രം മതി. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങളുടെ അക്രമത്തിനും അനീതിക്കും എന്റെ അംഗീകാരമുണ്ടെന്ന് വരുത്താനും എന്റെ മേലൊപ്പ് വാങ്ങാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ ആ ചതിയിൽ വീണുപോകുന്ന പ്രശ്നമില്ല, ഞാനതിന് വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. പ്രകോപിതനായ യസീദ് ഇബ്നു ഉമർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയെ ജയിലിലടച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതകാലത്ത് ഓരോ ദിവസവും ചമ്മട്ടി കൊണ്ട് 10 പ്രാവശ്യം വീതം അടിച്ചു. പീഡനം 11ാം ദിവസം പിന്നിട്ടപ്പോഴേക്കും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറ്റേ ക്ഷീണിതനായി. ഇനി ഇമാം അബൂ ഹനീഫയെ അടിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഇമാം അബൂ ഹനീഫയെ ഗവർണർ മോചിപ്പിച്ചു എന്നാണ്. യസീദ് ഇബ്നു ഉമർ ഇമാം അബൂ ഹനീഫയെ മോചിപ്പിച്ചു. ഇനിയും അബൂ ഹനീഫയെ അടിച്ചാൽ അബൂ ഹനീഫ ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ, അങ്ങനെ അബൂ ഹനീഫ ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ വലിയ പ്രക്ഷോഭം, വളരെ കഠിനമായ പ്രക്ഷോഭം, രാജ്യം അഭിമുഖീകരിക്കാൻ, ഭരണകൂടം അഭിമുഖീകരിക്കാൻ കാരണമാവുമെന്ന് തോന്നിയപ്പോ അബൂ ഹനീഫയെ മോചിപ്പിക്കുകയായിരുന്നു സഹോദരങ്ങളെ. പിന്നീട് അബ്ബാസികളുടെ ഭരണം വന്നു. അവിടെയും ഭരണകൂടത്തിന്റെ അരുതായ്മകളെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. അബ്ബാസി ഭരണാധികാരിയായിരുന്ന മൻസൂർ അധികാരത്തിലേക്ക് വന്നപ്പോ ഇമാം അബൂ ഹനീഫയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഈ അധികാരം ഇപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ളത് എനിക്കാണ്, അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ കയ്യിൽ അധികാരം വന്നിരിക്കുന്നു, ഞാനതിന് അർഹൻ തന്നെയാണോ? മൻസൂർ ചോദിക്കുകയാണ് ഇമാം അബൂ ഹനീഫയോട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടിയല്ല താങ്കൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. താങ്കളെ പേടിച്ച് ഞാൻ താങ്കൾക്ക് അനുകൂലമായ ഒരു മറുപടി നൽകുമെന്നും ആ മറുപടി താങ്കൾക്ക് ജനങ്ങളോട് പറയാമെന്നും ഞാൻ അങ്ങയോടൊപ്പമാണുള്ളതെന്ന് ജനങ്ങളോട് താങ്കൾക്ക് പറയാമെന്നും ധരിച്ചുകൊണ്ടാണ് താങ്കൾ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്, അതായത് മുസ്ലിങ്ങൾ കൂടിയിരുന്ന് നടത്തുന്ന കൂടിയാലോചനയിലൂടെയാണ് ഖിലാഫത്ത് നിലവിൽ വരേണ്ടത്. എന്നാൽ ഈ നാട്ടിലെ മുഫ്തിമാരായ പണ്ഡിതന്മാരോട് പോലും കൂടിയാലോചിക്കാതെയാണ് താങ്കൾ ഖലീഫയായിട്ടുള്ളത്. ഇതാണ് താങ്കളുടെ അവസ്ഥ. അങ്ങനെയാണ് ഞാൻ താങ്കളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത്. അതായത് കൂടിയാലോചിക്കേണ്ടതുപോലെ കൂടിയാലോചിക്കാതെ അധികാരത്തിലേക്ക് വന്നയാൾ, ഈ നാട്ടിലെ മുഫ്തിമാരോട് പോലും ശൂറ നടത്താതെ ഭരണാധികാരം കൈയാളിയ വ്യക്തിയാണ് താൻ. വളരെ ധൈര്യപൂർവ്വം തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ബാസി ഭരണാധികാരിയായ മൻസൂറിനോടും തന്റെ അഭിപ്രായം വളരെ വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഇമാം അബൂ ഹനീഫയെ അനുനയിപ്പിക്കാൻ വേണ്ടി വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുന്നുണ്ട്, ധാരാളം സമ്മാനങ്ങൾ മൻസൂർ നൽകിയെന്നാണ്. പക്ഷേ എല്ലാ സമ്മാനങ്ങളെയും ഇമാം അബൂ ഹനീഫ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഭരണകൂടത്തിൽ നിന്നും എന്തെങ്കിലും എച്ചിൽ കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും സ്ഥാനമാനങ്ങളും പദവികളും കിട്ടാൻ വേണ്ടി എന്നും പണ്ഡിതന്മാരെ നെട്ടോട്ടമോടുന്ന കാലത്താണ് ഇമാം അബൂ ഹനീഫയെ പോലുള്ള സാത്വികന്മാരായ ഇൽമിൽ ആഴത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള, നീതിബോധത്തിൽ ആഴത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രത്തെ നമ്മൾ ഗൗരവപൂർവ്വം വായിക്കേണ്ടതും സമൂഹത്തിന് അത് പകർന്നു നൽകേണ്ടതും. അദ്ദേഹം പറഞ്ഞു, സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാത്തതെന്താണ്? മൻസൂർ ചോദിക്കുകയാണ് ഇമാം അബൂ ഹനീഫയോട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്ന നിലയ്ക്ക് അങ്ങ് തന്ന സമ്മാനങ്ങളാണ് ഞാൻ തിരസ്കരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു വ്യക്തി എന്ന നിലക്കാണ് താങ്കൾ തരുന്നതെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മുസ്ലിങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്നാണ് താങ്കൾ എനിക്ക് തന്നത്, അതാണ് ഞാൻ തിരസ്കരിച്ചത്. കാരണം ബൈത്തുൽ മാലിൽ നിന്ന് എനിക്ക് തരാൻ, ബൈത്തുൽ മാലിൽ നിന്ന് സ്വീകരിക്കാൻ എനിക്ക് യാതൊരു അവകാശവുമില്ലല്ലോ. മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സൈനികന്റെ അവകാശം എന്ന നിലയ്ക്ക് ബൈത്തുൽ മാലിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാമായിരുന്നു. ഞാനൊരു അഗതിയുമല്ല, പാവപ്പെട്ട ഒരു മനുഷ്യനല്ല.
അങ്ങനെ വളരെ പാവപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ബൈത്തുൽ മാലിൽ നിന്ന് താങ്കൾ തരികയാണെങ്കിൽ, ഞാൻ അഗതിയാണെങ്കിൽ ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് എനിക്ക് പൊതുമുതൽ സ്വീകരിക്കാമായിരുന്നു. പക്ഷേ ഞാനൊരു പാവപ്പെട്ടവനുമല്ല, അതുകൊണ്ട് താങ്കളുടെ സമ്മാനം സ്വീകരിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല. സമ്മാനം എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. ഭരണകൂടത്തിന്റെ എല്ലാ തിന്മകൾക്കും നീതി നിഷേധങ്ങൾക്കും റാൻമൂളുന്ന ഒരു പണ്ഡിതനായി ഇമാം അബൂ ഹനീഫയെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇനിയും ഇമാം അബൂ ഹനീഫയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഭരണകൂടത്തിലെ ഭരണാധികാരി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഖാദിൽ ഖുലാത്തിന്റെ പദവിയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസിന്റെ പദവി, പരമോന്നത നീതിന്യായ പീഠത്തിലെ ഏറ്റവും വലിയ ന്യായാധിപന്റെ പദവിയാണ്. അതാണ് ഖാദിൽ ഖുലാത്തിന്റെ പദവി എന്ന് പറയുന്നത്. ഖാദിൽ ഖുലാത്തിന്റെ പദവി വാഗ്ദാനം ചെയ്തു ഇമാം അബൂ ഹനീഫയ്ക്ക്. പക്ഷേ അവിടെയും ഇമാം അബൂ ഹനീഫ അത് തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഖാദി പദവി അദ്ദേഹത്തിന് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമവി ഗവർണർ യസീദ് ഇബ്നു ഉമർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും അദ്ദേഹം തിരസ്കരിച്ചു. തിരസ്കരിച്ചതിന്റെ പേരിൽ ധാരാളം ശിക്ഷ ലഭിച്ചു, ചമ്മട്ടി കൊണ്ട് അടിയേറ്റു. പക്ഷേ അപ്പോഴും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ദുനിയാവിൽ വെച്ച് അയാളുടെ ചമ്മട്ടി പ്രഹരമേൽക്കുന്നതാണ് പരലോകത്തെ ശിക്ഷയേക്കാൾ എനിക്ക് സുഖകരം. എനിക്ക് ആഖിറത്തിലെ ശിക്ഷ ഏറ്റെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് ചമ്മട്ടി പ്രഹരം ഏറ്റെടുക്കുന്നതാണ് എനിക്ക് സുഖകരം. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ അമവി ഭരണാധികാരി ഖാദി പദവിയാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ അബ്ബാസി ഭരണാധികാരിയായ മൻസൂർ ഖാദിൽ ഖുലാത്തിന്റെ ചീഫ് ജസ്റ്റിസിന്റെ പദവിയാണ് വാഗ്ദാനം ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അബൂ ഹനീഫയുടെ നിലപാടുമായി ചേർന്ന് പോവില്ല. അബൂ ഹനീഫയുടെ നിലപാടനുസരിച്ചുകൊണ്ട് ഖലീഫയ്ക്കെതിരിലും മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ വിധിക്കണം എന്നതാണ് അബൂ ഹനീഫയുടെ നിലപാട്. ആ നിലപാടനുസരിച്ച് വിധിക്കുവാൻ ഭരണാധികാരികൾ സമ്മതിക്കില്ലെന്ന് അബൂ ഹനീഫയ്ക്ക് നല്ലതുപോലെ അറിയാം. ഭരണാധികാരിയും ഭരണാധികാരിയുടെ കൂടെയുള്ള ആളുകളും തന്റെ വിധിന്യായത്തിൽ ഇടപെടും എന്ന് ഇമാം അബൂ ഹനീഫ ആശങ്കിച്ചു. അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു, തിരസ്കരിച്ചു. അദ്ദേഹം ഖാദിൽ ഖുലാത്ത് പദവി തിരസ്കരിച്ചതിന്റെ പേരിൽ മൻസൂർ അദ്ദേഹത്തെ തടങ്കിലടച്ചു. അവിടെ വെച്ച് അദ്ദേഹം സ്വാഭാവിക മരണം വരിച്ചു എന്നതാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം തടവറയിൽ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഷഹീദായിരുന്നു, രക്തസാക്ഷിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, തടവറയിൽ വെച്ച് മരിച്ചാലും രക്തസാക്ഷിയാണ്, വിഷം കൊടുത്ത് കൊല്ലുകയല്ലായിരുന്നു എന്നെങ്കിൽ പോലും. കാരണം അദ്ദേഹം തടവറയിൽ നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് തടവറ അദ്ദേഹം ഏറ്റുവാങ്ങുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. സഹോദരങ്ങളെ, ഭരണകൂട ഭീകരതയുടെ ബീഭത്സമായ രൂപങ്ങൾക്കെതിരെ ശബ്ദിച്ച മഹാന്മാരായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രഗത്ഭനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ. അവരുടെ ഫിഖ്ഹിൽ നമ്മൾ തർക്കിക്കാറുണ്ട്. ഇമാം ഷാഫിയും ഇമാം അബൂ ഹനീഫയും ഇമാം മാലിക്കും അഹ്മദ് ബിൻ ഹംബലും പറഞ്ഞ അഭിപ്രായങ്ങളിലെ വ്യത്യസ്തതകളിലും വൈവിധ്യങ്ങളിലും നമ്മൾ തർക്കിക്കാറുണ്ട്. പക്ഷേ അവരുടെ നിലപാടുകൾ എന്തായിരുന്നു, അവരുടെ സാമൂഹിക നിലപാടുകൾ എന്തായിരുന്നു, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരുന്നു എന്ന് പഠിക്കുവാൻ ഈ ഉമ്മത്ത് എത്രത്തോളം സമയം വിനിയോഗിച്ചിട്ടുണ്ട് എന്നതും പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഭരണകൂട ഭീകരതയ്ക്കിരയാവുന്ന എല്ലാ ജനസമൂഹങ്ങൾക്കും, വിശേഷിച്ചും ഇസ്ലാമിക സമൂഹത്തിന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി എന്നും ഒരു പ്രചോദനമാണ്. എത്ര വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടായാലും അനീതിക്കും അക്രമത്തിന് മുമ്പിൽ രാജിയാവാൻ പാടില്ല. അനീതിക്കും നീതി നിഷേധത്തിനും അക്രമത്തിനുമെതിരെ നിരന്തരമായി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ഇസ്ലാമിക സമൂഹം നിലനിൽക്കണമെന്ന വലിയ പാഠമാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹത്തുക്കളുടെ ജീവിതം നമ്മോട് പറയുന്നത്. ആ മാതൃകകളിൽ നമ്മളേറെ അടിയുറച്ചു നിൽക്കേണ്ടുന്ന, ഇസ്തിഖാമത്തോടു കൂടി മുന്നോട്ട് പോവേണ്ടുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ വഴിയിൽ തന്നെ ഗ്യാൻവാപ്പി മസ്ജിദും
ഗ്യാൻവാപ്പി മസ്ജിദ് മാത്രമല്ല, ഇപ്പോൾ സമ്പൽ ഷാഹി മസ്ജിദുമെല്ലാം മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 1991 ഈ രാജ്യത്ത് ഒരു ആരാധനാലയ നിയമമുണ്ട്. ഇത്തരം നിയമങ്ങളെയെല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ടാണ് പുതിയ വിവാദങ്ങൾ വളരെ ബോധപൂർവം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിലെ നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോവാൻ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ടാകുമ്പോഴാണ് അപകടം. സഹോദരങ്ങളെ, എന്താണ് രാജ്യത്ത് നിലനിൽക്കുന്ന ആരാധനാലയ നിയമം എന്ന് പറയുന്നത്? 991 രൂപം കൊണ്ട നിയമമാണ്. ആ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, 947 ആഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്താണോ അത് അതേപടി നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ആ നിയമം. അത് അതേപടി ആ സ്റ്റാറ്റസ് കോ തുടരണം. ഇതാണ് നിയമം. ആ നിയമം പാലിക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന് എങ്ങനെ നിലനിൽക്കാൻ സാധിക്കും? ഈ രാജ്യത്തിന് അതിന്റെ കമ്മ്യൂണൽ ഹാർമണി, അതിന്റെ മതസൗഹാർദ്ദം എങ്ങനെ നിലനിർത്താൻ സാധിക്കും? ഓരോ കാലത്തും ഓരോ ഭരണകൂടങ്ങൾ വന്നാൽ ആ ഭരണകൂടങ്ങളുടെ താല്പര്യമനുസരിച്ച് ആരാധനാലയ തർക്കമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ സമ്പൽ ഷാഹി മസ്ജിദ് അടക്കമുള്ള അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അനാവശ്യമായ സർവേ നടത്താനുള്ള നീക്കമുണ്ടായപ്പോ അവിടെയാണ് ഏതാനും ചില ആളുകൾ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത്. കാരണം അന്യായം രാജ്യത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയെങ്കിലും അവസാനിക്കുന്നില്ല. ഒരു മസ്ജിദ് കഴിഞ്ഞാൽ വേറൊരു മസ്ജിദ്, ഒരു ആരാധനാലയം കഴിഞ്ഞാൽ മറ്റൊരാരാധനാലയം. ഈ ഘട്ടത്തിലാണ് പ്രതികരിക്കുവാൻ, അതും ഉദ്യോഗസ്ഥർക്കെതിരെ അല്ല പ്രതികരണം. നമുക്കറിയാം, അനാവശ്യമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ വന്ന ആളുകൾ അവരെ കൂടി കണ്ടപ്പോഴാണ് ആ പ്രതിഷേധം മൂർച്ഛിച്ചത്. അങ്ങനെയാണ് 6 പേര് രക്തസാക്ഷിയായത്. അല്ലാഹു തആല അവരുടെ രക്തസാക്ഷിത്വം സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മസ്ജിദുകൾ കൈയടക്കാനും തകർക്കാനുമുള്ള ശ്രമങ്ങൾ അക്രമമാണ്, അനീതിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ വിശ്വാസികൾ മുന്നോട്ട് വരണം. അവരുടെ നീതിബോധം അതാണ് ആവശ്യപ്പെടുന്നത്. വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അയദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ് ദുനിയാ ഖിദിയും വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. വമൻ അളലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അയ്യുദ്കറ ഫീഹി ഇസ്മുഹു, അല്ലാഹുവിന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? വസഅ ഫീ ഖറാബിഹ, അല്ലാഹുവിന്റെ പള്ളികൾ തകർക്കാൻ ശ്രമിക്കുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്ത് ആരാണുള്ളത്? ഉലൈക മാ കാന ലഹും യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ, അവർ നീതിയല്ല ചെയ്യുന്നത്, അവർക്ക് ഭയപ്പാടോടുകൂടി അല്ലാതെ അല്ലാഹുവിന്റെ പള്ളികളിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ലഹും ഫിദ് ദുനിയാ ഖിദിയും വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഈ ലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്ത് വലിയ ശിക്ഷയാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത്. അക്രമമാണ് അല്ലാഹുവിന്റെ പള്ളികളെ തകർക്കുക എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് ഒരു വംശീയ രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇതിലെല്ലാം നമ്മൾ കാണുന്നത്. പക്ഷേ വിശ്വാസികളെ നിരാശരാവണ്ട. ഈ രാജ്യത്തെ ഫാസിസ്റ്റുകളുടെ എല്ലാ അജണ്ടകളും അത്ര വേഗത്തിൽ പാസാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് പുതിയ കാലത്ത് തന്നെ നടന്ന പല വിധിന്യായങ്ങളും അതല്ലെങ്കിൽ കോടതികൾ നടത്തിയ പല പ്രസ്താവനകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു കളയണം. അങ്ങനെ ഒരു ഹർജി വന്നില്ലേ? സുപ്രീം കോടതി എന്താണ് പറഞ്ഞ്? സാധിക്കുകയില്ല, പാടില്ല, പറ്റുകയില്ല. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റാൻ കഴിയില്ല. കാരണം മതനിരപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. ഈ രാജ്യം നിലനിൽക്കുന്നത് ആ അടിത്തറയിലാണ്. അതുകൊണ്ട് ഭരണകൂടം ആരാണെങ്കിലും ഫാസിസ്റ്റ് അജണ്ടകൾ അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. സഹോദരങ്ങളെ, നമുക്കറിയാം, വഖഫ് ഭേദഗതി നിയമം അത് നടപ്പിലാക്കാനും ഞൊടിയിടയിൽ തന്നെ അത് നടപ്പിലാക്കുമെന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ അതും അത്ര വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ലെന്ന് വന്നിരിക്കുന്നു.
അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. നിരാശരാവേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. തീർച്ചയായും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും അന്യായങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാനും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവേണ്ടതുണ്ട്. ഇമാം അബൂ ഹനീഫയുടെ ചരിത്രം പറയുമ്പോൾ മുൻകഴിഞ്ഞ ഖുത്ബകളിൽ നമ്മൾ സൂചിപ്പിച്ച മഹാന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കിയതുപോലെ തന്നെ ധാരാളം മാതൃകകൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള ധാരാളം മാതൃകകൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിലുമുണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു, ഒരു കച്ചവടക്കാരനായിരുന്നു. ഒരിക്കൽ തന്റെ ഒരു കൂട്ടുകാരനെ ചരക്ക് വിൽക്കാൻ വേണ്ടി പുറത്തേക്ക് അയച്ചു. ചരക്കിൽ ചിലത് കേടുള്ളതായിരുന്നു. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, നീ ചരക്ക് വിൽക്കുമ്പോൾ ന്യൂനതകൾ ഉണ്ടെന്ന് തുറന്ന് പറയണം. ചരക്കിനുള്ള ന്യൂനതകൾ, കുറവുകൾ തുറന്ന് പറയണം. കേടുവന്നതാണ് എന്ന് പറയണം. ഇത്രയും ന്യൂനതകൾ അതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നീ വിൽക്കാൻ പാടുള്ളൂ എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ ചരക്ക് കൊണ്ടുപോയി വിറ്റ മനുഷ്യൻ അത് പറയാൻ മറന്നുപോയി. അതിന്റെ വിലയുമായി ലാഭവുമായിട്ട് തിരിച്ചു വരികയാണ്. അതാർക്കൊക്കെ കൊടുത്തത് എന്നൊരു പിടിയുമുള്ള ഈ മനുഷ്യനോട് ചോദിച്ചപ്പോ അവസാനം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആ സ്വത്ത് ഉപയോഗിച്ചില്ല. 35,000 ദിർഹം ഉണ്ടായിരുന്നു. ആ ദിർഹം മുഴുവൻ അദ്ദേഹം ദാനം ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം എന്ന് പറയും. കച്ചവടത്തിൽ വലിയ കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. കച്ചവടത്തിൽ വലിയ വലിയ മാതൃകകൾ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. ഒരു നെയ്ത്തുകാരി ഒരു പട്ടുതുണി ഇമാം അബൂ ഹനീഫയുടെ കടയിൽ കൊണ്ടുവന്നു എന്ന് എന്ത് തരണം എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു. 100 ദിർഹം തന്നാൽ താങ്കൾ അത് സ്വീകരിച്ചോ എന്നായിരുന്നു ആ നെയ്ത്തുകാരി പറഞ്ഞത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, 100 ദിർഹമോ? അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ വിലക്കുണ്ടല്ലോ ഇത്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞു, എന്നാൽ ഒരു 300 ദിർഹം തരും. 300 ദിർഹമിനൊന്നും പോരാ, അതിനേക്കാൾ കൂടുതൽ വിലക്കുണ്ട്, 400 ദിർഹം അതിൽ ഉറപ്പിക്കാം. സഹോദരി പറയാം, നമ്മൾ അങ്ങോട്ടാണ് വിലപേശാറുള്ളത്. പക്ഷേ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരോട് അങ്ങോട്ട് വില കൂട്ടിക്കൂട്ടി പറയുകയാണ്. അങ്ങനെയാണ് 400 ദിർഹം എന്നും പോരെ സഹോദരി. ഇത് കേട്ടപ്പോ എന്തോ ഒരു അവ്യക്തത. ഇത് കളിയാക്കുകയാണോ? അബൂ ഹനീഫ എന്ന് പറയുന്ന ഈ കച്ചവടക്കാരൻ തന്നെ കളിയാക്കുകയാണോ എന്ന് ആ സഹോദരിക്ക് തോന്നി. ആ മുഖത്തോട്ടൊന്ന് നോക്കി പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. കളിയാക്കിയതൊന്നുമല്ല, നിങ്ങൾ കൊണ്ടുവന്ന ഈ പട്ടുതുണിക്ക് അതിനേക്കാളൊക്കെ വില ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പട്ടിനെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ പറയും അതിന്റെ കൃത്യമായിട്ടുള്ള വില. ആ സഹോദരി തന്റെ ഒരു ബന്ധുവിനെ കൊണ്ടുവന്നു. പട്ടിനെ കുറിച്ച് നന്നായിട്ട് അതിന്റെ വിലയറിയുന്നൊരു ബന്ധു. ആ ബന്ധു ഈ പട്ടുതുണി ഇങ്ങനെ നോക്കിയതിന് ശേഷം അയാൾ പറഞ്ഞു, ഒരു 500 ദിർഹമുണ്ട്, 500 ദിർഹമിന് ഇത് വിൽക്കാവുന്നതാണ്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതാണ് ശരി. 500 ദിർഹം എടുത്തു കൊടുക്കുകയാണ്. ആ സഹോദരി അപ്പോൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അവരെ പ്രതീക്ഷിച്ചതിലും എത്രയോ ഇരട്ടി ലാഭം ലഭിച്ചപ്പോ ആ നെയ്ത്തുകാരിക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, എല്ലാ വ്യാപാരികളും ഇത്തരക്കാരായിരുന്നാൽ പട്ട് നെയ്യുന്ന പാവങ്ങൾ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിക്കും. സഹോദരങ്ങളെ, ഒരാൾക്ക് വിലയറിയില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, ചതിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ കച്ചവടത്തിൽ ഒരു നിലക്കും ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല എന്ന വലിയൊരു പാഠം, വിശ്വസ്തതയുടെ വലിയൊരു പാഠം, വഞ്ചന പാടില്ലെന്ന വലിയൊരു മാതൃക ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിലൂടെ സമർപ്പിക്കുകയാണ്. അത് പ്രവാചക പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ ഇല്ലാ മൻ ഇത്തഖാ വബറ വസദ്ദഖ. നിശ്ചയം കച്ചവടക്കാർ അന്ത്യദിനത്തിൽ അധർമ്മികളായിട്ടായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക, തഖ്വയും സത്യസന്ധതയുമുള്ള കച്ചവടക്കാരനൊഴികെ. തഖ്വയും സത്യസന്ധതയും ഉണ്ടോ എങ്കിൽ രക്ഷപ്പെട്ടു. അല്ലാത്ത കച്ചവടക്കാർ മുഴുവനും അധർമ്മികളായിട്ടായിരിക്കും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു ഘട്ടത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരുടെ കൂടെ, ഖുലഫാഉർ റാഷിദുകളുടെ കൂടെ, രക്തസാക്ഷികളുടെ കൂടെ ആയിരിക്കും നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുക.
ആ പാഠം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകുകയാണ്. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഓരോ കാര്യങ്ങളും അബൂ ഹനീഫ തൻ്റെ ജീവിതത്തിലൂടെ അങ്ങനെ പകർന്നു നൽകുകയായിരുന്നു. ഉദാരതയുടെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലായി മഹാന്മാരായ സ്വഹാബത്തിന്റെ മാതൃകയിൽ അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം അത് പാവപ്പെട്ടവർക്ക് നീക്കിവെച്ചു, അത് പണ്ഡിതന്മാർക്ക്, വിദ്യാർത്ഥികൾക്ക് നീക്കിവെക്കുകയാണ്. അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി പിൽക്കാലത്ത് മാറിയ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം അബൂ യൂസുഫ് പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പണമില്ല, മാതാപിതാക്കൾ അങ്ങേയറ്റം ദരിദ്രരായിരുന്നു. ഇമാം അബൂ ഹനീഫയായിരുന്നു ഇമാം അബൂ യൂസുഫിന് എല്ലാം നൽകിയിരുന്നത്. പക്ഷേ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുമ്പോ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇത് കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിറവേറ്റുക, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും ഇതിന് നിങ്ങൾ നന്ദി കാണിക്കാൻ പാടില്ല. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നന്ദി വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനിത് നൽകുന്നത്, ഇത് നിങ്ങൾക്ക് നൽകാൻ അള്ളാഹു എന്റെ കയ്യിൽ അമാനത്തായിട്ട് നൽകിയതാണ്, എന്നെ വിശ്വസിച്ചേൽപ്പിച്ചതാണ്. ഈ സ്വത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി എന്റെ കയ്യിൽ അള്ളാഹു നൽകി എന്ന് മാത്രം നിങ്ങൾ എന്നോട് യാതൊരു നന്ദിയും ഇതിന്റെ പേരിൽ കാണിക്കണ്ട. സഹോദരങ്ങളെ, ഇതാണ് ഖുർആനികമായ ജീവിതം എന്ന് പറയുന്നത്. എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവർക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് പറയുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവരുടെ നന്ദി വാക്കോ അവരിൽ നിന്ന് പ്രത്യുപകാരമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് സല്യൂട്ട് അടിച്ചിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് പരിഗണിച്ചിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ അയാൾ നമ്മെ കാണാതെ പോയതാവാം. പക്ഷേ അപ്പോൾ ഉടനെ വരുന്ന ഒരു ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടോ? എന്തുകൊണ്ട് അവന് നന്ദിയില്ല എന്നുള്ള ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. കാരണം വിശ്വാസി അയാള് അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മറ്റുള്ളവരിൽ നിന്നും നന്ദി വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ പാടില്ല. അതാവരുത് വിശ്വാസിയുടെ പ്രതീക്ഷ എന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ ഖുർആനികമായ വീക്ഷണങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയാണ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനായ പണ്ഡിതൻ മുന്നോട്ട് വെച്ച വിശ്വസ്തത, അതുപോലെ തന്നെ ഉദാരത, ഇതിലെല്ലാം തന്നെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്ത് വലിയ മാതൃകയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഒരു വശത്ത് അമവി അബ്ബാസി ഭരണകൂടങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ പോരാടിക്കൊണ്ട് തടവറയിൽ കടഞ്ഞ് ഷഹാദത്ത് വരിച്ച മഹാനായ പണ്ഡിതൻ. രാഷ്ട്രീയ ഇടപെടലുകൾ, സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന ആളുകൾ ചിന്തിക്കണം, നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോ നമ്മിലേക്ക് 3 വിരൽ വരുന്നുണ്ട്. പക്ഷേ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിരലുകളെ കൃത്യമായി ചൂണ്ടി എന്നുള്ളതാണ്. തന്റെ ജീവിതം സംശുദ്ധമായ ജീവിതം, വിശ്വസ്തതയുടെ ജീവിതം, ഉദാരതയുടെ ജീവിതം, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്ന ഉദാത്തമായ ജീവിതം. ആ ജീവിത വിശുദ്ധിയിലും നീതിബോധത്തിലും ആ പണ്ഡിതന്റെ അഗാധമായ അറിവിലും ആകൃഷ്ടരായി ജനങ്ങളിൽ വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ വക്താക്കളായി മാറി. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രചാരമുള്ള മദ്ഹബ് ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബാണെന്ന് നമുക്കൊന്ന് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ടമായ ഗുണങ്ങളിൽ ജനങ്ങൾ സ്വാധീനിക്കപ്പെടുകയായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ കർമ്മശാസ്ത്ര സരണി, പ്രഥമ കർമ്മശാസ്ത്ര സരണിയുടെ ഇമാമായി അദ്ദേഹം മാറി. അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള പിൽക്കാലത്തുള്ള അബൂ യൂസുഫിനെ പോലുള്ള പണ്ഡിതന്മാരാണ് ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായി വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ആ മഹാന്മാരുടെ ജീവിതം കൂടുതൽ പഠിക്കാനും സാധ്യമാവുന്ന അളവിൽ പകർത്താനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും അതുപോലെ തന്നെ വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉളമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് തഖ്വയും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല അവരെ സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടങ്ങളിൽ നിന്നും സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു സ്നേഹവും ഇണക്കവും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഖുൽഅ്, ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു എല്ലാ കുടുംബങ്ങളെയും പൂർണ്ണമായും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഗസയിലെയും റഫയിലെയും ലബനാനിലെയും പാവപ്പെട്ട സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്നാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ ഇന്നഹാ ബിഅസദ് ദാർ വബിഅസൽ മസ്വാ വബിഅസൽ ഖറാർ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.